അമ്മമാരുടെ ആദ്യ ദിവസത്തെ ദുബായ് യാത്ര ഡോൾഫിനേറിയത്തിലേക്കായിരുന്നു. കൗതുകമായിരുന്നു അതവർക്ക്. അനീഷിന് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. പിന്നെ അമ്മൂമ്മയുടെയും അമ്മയുടെയും തണലിൽ വളർന്നു ഈ ഒറ്റപുത്രൻ. അച്ഛൻ എന്നത് ഒരു ദുഃഖം തന്നെ ആയിരുന്നെങ്കിലും അതിനുമപ്പുറം ഒരു കരുത്തായി നിന്നു അമ്മ, സ്വയം പൊരുതാൻ വിധിക്കപ്പെട്ട എല്ലാ അമ്മമാരെയും പോലെ. പപ്പ എനിക്ക് ചെറുതിലേ മരിച്ചിരുന്നു. അപ്പം അത്ര വലിയ ഓർമ്മ എനിക്ക്, കാരണം എനിക്ക് 5 വയസ്സുള്ളപ്പോൾ പപ്പ മരിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി ഉണ്ടായിരുന്നു, പപ്പയുടെ അമ്മയുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അമ്മച്ചിയോടാണ് വളരുന്നത്. എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് മമ്മി ശരിക്കും ലാബിൽ ഹോസ്പിറ്റലിലായിരുന്നു ജോലി. അപ്പം ഷിഫ്റ്റും ഒക്കെ മാറി വരുന്നതുകൊണ്ട് അപ്പം അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ ഫൈനാൻസിലോട്ട് ജോലിക്ക് കയറുന്നത്. മോനെന്നുള്ളൊരു ചിന്തയാണെന്നുള്ളൂ, മോനെ വളർത്തണം എന്നുള്ള ചിന്ത മാത്രം ഇങ്ങനെ കഴിഞ്ഞു. എങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും അവനെ ആരും ഒന്നും പറയരുത്, വേറെ അവനെ ആരും ഒന്നും വഴക്ക് പറയരുത്, ആ രീതി മോനെ ഞാനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റായിരുന്നു കൂടുതൽ. അമ്മയുടെ മുഴുവൻ ജീവിതവും മാറ്റിവെച്ചു എന്ന് തന്നെ പറയണം. കാരണം അമ്മയ്ക്ക് ഒരു 28 വയസ്സുള്ളപ്പോഴാണ് പപ്പ മരിക്കുന്നത്. അതിനുശേഷമുള്ള മൊത്തം ലൈഫ് എനിക്ക് വേണ്ടി മാത്രമായിട്ട് വേറെ ആരും ഇല്ല, ഞാൻ മാത്രമായിട്ട് മാറ്റിവെച്ചു. അനുസരണമുള്ള കുട്ടിയായിരുന്നു. പള്ളി അവനാണെങ്കിലും 9 വയസ്സായപ്പോൾ മധുബായി കയറി. പള്ളി അടുത്ത അവൻ എപ്പോഴും പള്ളി, അവനും അത് തന്നെ. അമ്മച്ചി അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും അവന് കൊടുക്കുമായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയം വരെ അനുസരണക്കേടുകളായിട്ടൊന്നും വലുതായിട്ടൊന്നും വന്നില്ല. പക്ഷെ ഞാൻ ശരിക്ക് അവന് പഠിക്കാത്ത കാര്യത്തിലൊക്കെ ശരിക്ക് തല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. 10 മണി വരെ ബഹളമാണ് പഠിക്കാൻ. പഠിപ്പിക്കുന്ന ജോലി മമ്മിക്കായിരുന്നു ശരിക്കും. എനിക്കാണെങ്കിൽ പുസ്തകം സ്കൂളിൽ നിന്ന് വന്നിട്ട് തുറക്കുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. എനിക്ക് നവോദയയിൽ കിട്ടിയിരുന്നു, അഡ്മിഷൻ കിട്ടിയിരുന്നു. ആ സമയത്തും അപ്പോഴും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, എന്നെ വിടാനും ഒരു ബുദ്ധിമുട്ട്. ശരിക്കും അത് TC എല്ലാം മേടിച്ച് അവിടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ദിവസം വീട്ടിൽ കാറും എല്ലാം ബുക്ക് ചെയ്തായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പിന്നെ അമ്മയ്ക്ക് ഒരു വിഷമം പോകുന്നതിൽ പിന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പിന്നെ അവിടെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിത്തം തുടരുമായിരുന്നു. നമ്മുടെ സാഹചര്യം അനുസരിച്ച് അവൻ എല്ലാം ചെയ്തു. ഒരു കാര്യത്തിലും ഞാനാണേ ഒരു ബർത്ത്ഡേ വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഒരുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുക, അങ്ങനെ അവന് വഴക്കില്ല. നമുക്കും അങ്ങനെ തന്നെ വളർത്തി. ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഒരു ലീവിന് വന്നപ്പോൾ വയറിങ് ചെയ്യുന്ന വയറില്ലേ, ചെരുപ്പ് ബെൽറ്റ് പോയപ്പം ആ വയറിങ് 2 ബാറായിട്ട് എടുത്തിട്ട് ചെരുപ്പ് കൊണ്ടുവന്നു. അപ്പം ഞാൻ പിന്നെ പോയി ഉടനെ അപ്പോൾ അത്രയും അവൻ്റെ ആ സാഹചര്യം മനസ്സിലാക്കി ജീവിക്കുക. എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇന്ന ആവശ്യമുണ്ട് പറയുകയോ ഉള്ള കാര്യമാണ്. ഇതിനകത്ത് യാതൊരു ഒളിവൊന്നുമില്ല, സത്യം തന്നെയാണ്.
മരുഭൂമിയുടെ കൗതുക കാഴ്ചകൾ തേടിയായിരുന്നു 2ാം ദിവസത്തെ യാത്ര. കണ്ണത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന മരുഭൂമിയിൽ പെട്ടെന്ന് കാണാം ജീവിതത്തിൻ്റെ ഉല്ലാസങ്ങൾ. ബെല്ലി ഡാൻസ് കണ്ട് ചില അമ്മമാർ ഒന്ന് പരിങ്ങി.